സുരേഷ് സർ, നമസ്കാരം. നമസ്കാരം. സർ, ഐ ആം എ ഗ്രേറ്റസ്റ്റ് ഫാൻ ഓഫ് ഹിന്ദു ആൻഡ് ഐ എം എ ഗ്രേറ്റസ്റ്റ് ഫാൻ ഓഫ് ഇന്ത്യ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രംപ് പറഞ്ഞത് ആ പ്രചാരണത്തിന് വേണ്ടിയുള്ള വെറും ഒരു ഗിമിക്കായിരുന്നില്ല, മറിച്ച് ട്രംപ് പറഞ്ഞത് ഹൃദയത്തിൽ തട്ടി തന്നെയായിരുന്നു എന്നത് ട്രംപ് വിജയിച്ചു കഴിഞ്ഞ ശേഷം ട്രംപിന്റെ പ്രവർത്തികളിൽ വ്യക്തമാണ്. ട്രംപിന്റെ മിനിസ്ട്രിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ട്രംപിന്റെ മിനിസ്ട്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ട്രംപ് കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന വാക്കിനോട് 100% നീതി പുലർത്തുന്ന രീതിയിലാണ് ട്രംപ് തന്റെ മിനിസ്ട്രി സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അടിമുടി ട്രംപിന്റെ മിനിസ്ട്രി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസിന് കിട്ടുന്ന വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണെന്ന് നമുക്ക് മനസ്സിലാകും. പോരാത്തതിന് ഇലോൺ മസ്ക് എഫിഷ്യൻസിക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് ഇലോൺ മസ്കിനെ അതിന്റെ തലപ്പത്ത് ട്രംപ് പിടിച്ചിരുത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് വിവേക് രാമസ്വാമിയും അതിനകത്തുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത് ഇസ്രയേലുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനും അമേരിക്കയും ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ഊഷ്മളത കൊണ്ടുവരാനും പ്രോ ഇസ്രായേലായിട്ടുള്ള, അതായത് ഇസ്രായേലിനെ നെഞ്ചിലേക്കുന്ന ഹക്കാബി എന്ന് പറയുന്ന ഒരാളെ ട്രംപ് തന്റെ മിനിസ്ട്രിയിൽ എടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. ട്രംപിന്റെ ഇന്റലിജൻസ് ഡയറക്ടർ ആകുന്ന തുളസി എന്ന് പറയുന്ന സ്ത്രീ ഒരു ഹിന്ദു വനിതയാണ്. പോരാത്തതിന് അവർ ഭഗവത്ഗീതയിൽ തൊട്ടാണ് സത്യം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഹിന്ദു കോൺഗ്രസ് വുമൻ അപ്പോയിന്റഡ് ബൈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ. അമേരിക്കയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. സാറിന് എന്താണ് തോന്നുന്നത്? മാറ്റങ്ങൾ വരണം അല്ലേ? ബിക്കോസ് ഇതിന് മുമ്പുണ്ടായിരുന്ന സർക്കാർ എല്ലാവർക്കും അറിയാം. അവരെ ഐ തിങ്ക് വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു ജോ ബൈഡൻ. അപ്പൊ അത് വരുന്ന നോക്കുമ്പോഴാണ് നമുക്ക് ധനുഷെ ഒരു ഗവൺമെന്റ് എങ്ങനെ നടത്തുക എന്നുള്ളതിനെ പറ്റിയിട്ട് നരേന്ദ്രമോദി 2014 തൊട്ട് കാണിച്ചു തരുന്നത് എഫിഷ്യൻസിയാണ് ഏറ്റവും വലിയ കാര്യം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ തരാം. തെലങ്കാനയിൽ, ഇവിടെ ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് എൻ്റെ താമസം. അപ്പോൾ തെലങ്കാനയിൽ 26 തൊട്ട് 44% കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് പോകുന്നില്ല. അതും സ്പെഷ്യലി പാവപ്പെട്ട കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് തന്നെ പോകുന്നില്ല. ആലോചിച്ച് നോക്കുക, എന്തിനാ ഗവൺമെന്റ് സ്കൂളിൽ പോവാത്തത്? സർക്കാർ സ്കൂളിൽ എന്താണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലും കാണാം, എത്രയോ പ്രൈവറ്റ് സ്കൂളുകൾ വന്നു, നോൺ എയ്ഡഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകൾ വന്നു, ഇന്റർനാഷണൽ സ്കൂൾ വന്നു. ലക്ഷങ്ങൾ ഫീസ് ചാർജ് ചെയ്തിട്ടും മാതാപിതാക്കൾ അത് കൊടുക്കാൻ തയ്യാറായിട്ട് റെഡിയാവും. അപ്പൊ അതിൽ തന്നെ അറിയാം നമുക്കൊരു എഫിഷ്യൻസിയാണ് ഇതിന്റെ നെയിം ഓഫ് ദ ഗെയിം എന്നുള്ളത്. ബിക്കോസ് ആരാ നല്ല ഡെലിവറി ചെയ്യുക, നല്ല പ്രോഡക്റ്റ് കൊടുക്കുക, അവരെ അപ്പോയിന്റ് ചെയ്യും. അതാണ് ട്രംപ് നോക്കുന്നത്. ട്രംപിന്റെ ഏറ്റവും 2-3 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, ഹോംലാൻഡ് സെക്യൂരിറ്റി. അവിടെ പുറത്തുനിന്ന് വന്ന വെനസ്വേലയും ഹൈത്തിയും മെക്സിക്കൻ ബോർഡർ കടന്നു വന്ന കുറെ ഇമിഗ്രൻസ് ഉണ്ട്. അത് ചിലർ പറഞ്ഞാൽ അത് കോടികളിലാണെന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞാൽ ലക്ഷങ്ങളിലാണെന്ന് പറഞ്ഞു. പക്ഷെ അവരെയൊക്കെ പ്ലെയിൻ ആയാലും ട്രെയിൻ ആയാലും നടത്തിക്കൊണ്ട് ഇവരെ പുറത്താക്കാൻ പോവാണെന്നാണ് ട്രംപ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ട്രംപിന്റെ ഒരു ബോർഡർ റെഗുലേഷൻസിൽ വരാൻ പോകുന്ന ഒരു മാറ്റം. രണ്ടാമത്തെ ഏറ്റവും വലിയ മാറ്റം ട്രംപ് വരുത്താൻ പോകുന്നത് അമേരിക്കയുടെ സെക്യൂരിറ്റി പറ്റിയിട്ടാണ്. FBI ആയാലും അമേരിക്കയുടെ CIA ആയാലും ഇവരൊക്കെ ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയി മാറി. ഏത് സർക്കാർ വന്നാൽ അവർക്ക് വേണ്ടി ഡാൻസ് ചെയ്യലാണ് അവരുടെ പരിപാടി എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ നേരെ തന്നെ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ കുറെ കേസുകൾ വന്നിരുന്നു. അപ്പൊ അതെല്ലാം ട്രംപ് പ്രസിഡന്റായി എലക്ട് ആയപ്പോൾ തൊട്ട് ആ കേസുകളെല്ലാം ഓരോന്നായിട്ട് അതിന് വിധികളൊക്കെ മാറ്റിവെച്ചു. തൽക്കാലം വേണ്ട, ഇതിന്റെ ട്രംപിന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. രാഷ്ട്രപതി ആകുമ്പോൾ ഇമ്മ്യൂണിറ്റി കിട്ടും. അത് അറ്റ്ലീസ്റ്റ് ഒരു 4 കൊല്ലം വരെ നടക്കും. പിന്നെ കാണാം ട്രംപ് എന്താ ചെയ്യാൻ പോകുന്നത്. ഈ തുളസി ഗബാർഡിനെ അപ്പോയിന്റ് ചെയ്തതായാലും വിവേക് രാമസ്വാമി, എലോൺ മസ്ക്, അതേമാതിരി ഈവൻ ഇന്ത്യൻ ഓറിജിനിലുള്ള കുറെ പേരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഒരു മുസ്ലിം പേരെന്ന് പറയാൻ പറ്റില്ല, ഒരു ഇസ്ലാമിക് നെയിം ആയിട്ടുള്ള ആരെയും അതിൽ കാണാനില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ധനുഷ് കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവരാണെയും ഞാനും കണ്ടിട്ടില്ല. ശരി, എന്താണ് അതിന്റെ കാര്യം? നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രംപിന് ഇസ്ലാമിസ്റ്റ് ടെറർ എന്ന് പറഞ്ഞ അങ്ങേയറ്റത്തെ ദേശീയത്തെ പരിപാടിയാണ്. അതാണ് ഇത്ര വലിയ ഞങ്ങൾ ദാ ബോംബിട്ടു എന്ന് പറഞ്ഞ ഇറാൻ ട്രംപ് ജയിച്ചപ്പോൾ തൊട്ട് ഒരു വാക്ക് മിണ്ടുന്നില്ല, കാണാൻ തന്നെ ഇല്ല. ഖമനിയെ കാണാനില്ല, ബാക്കിയുള്ള നേതാക്കന്മാരെ കാണാനില്ല. ഹൂത്തികൾ എവിടെ പോയി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് ട്രംപ് വന്നതിന്റെ ഒരു മാറ്റം. രാഷ്ട്രപതി ആയിട്ടില്ല, ജനുവരി 20 ആയിട്ട് ഒഫീഷ്യലായിട്ട് ഹാൻഡ് ഓവർ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ട്രാൻസിഷൻ ടീം എന്ന് പറയും, ദാറ്റ് ഈസ്
ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന ടീം ഓൾറെഡി ട്രംപ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമുക്ക് കാണാവുന്ന മെയിൻ ആയിട്ടുള്ളത് ഈ പറഞ്ഞ തുൾസി ഗബാർഡിനെ ഇന്റലിജൻസ് ഹെഡാക്കി മാറ്റി. അപ്പൊ അതിലിപ്പോ ഭാരതത്തിന് വല്ല ഹെൽപ്പ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് കണ്ടറിയണം. ഇന്റലിജൻസ് അവരുടെ ഒരു അമേരിക്കയുടെ പെർപ്പച്വൽ പ്രോപ്പർട്ടിയാണ്. പക്ഷെ നമ്മൾ കാനഡയിൽ ഒരു മാറ്റം കണ്ടു. അവിടുത്തെ ഒരു ടെററിസ്റ്റിനെ മിനിഞ്ഞാന്ന് അറസ്റ്റ് ചെയ്തു. നിജാറിന്റെ കൊലപാതകം നടത്തിയ ആള് അവരുടെ കൂടെയാണെന്നുണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഭാരതം ഇന്ത്യയാണ് നടത്തിയ, ഇന്ത്യക്കാരാണ് നടത്തിയ, അമിത്ഷാ ആണ്, അജിത് ദോവലാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഇന്നലെ അവിടെ ഒരു ടെററിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു. അതൊരു സിഖ് ടെററിസ്റ്റ് ഖാലിസ്ഥാനി, അവനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം ട്രംപ് ഇനി വന്ന് ഈ പറഞ്ഞ മാതിരി പന്നൂനൊക്കെ ചിലപ്പോൾ ഓൾറെഡി മുങ്ങിയിട്ടുണ്ടാവും. യു എസിന്റെ ഹോം ലാൻഡ് വെച്ചിട്ട് അവിടെ നടത്താൻ ഒരു ടെററിസത്തിനെ സമ്മതിക്കില്ല എന്ന് ട്രംപ് ഇതിന് മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇറാനോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി അങ്ങനത്തെ രാഷ്ട്രങ്ങളുടെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് ഒന്നും കാണാനില്ല ട്രംപിന്. അവർ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു എന്നല്ലാണ്ട് അവരൊരു എന്താ പറയുക, ഇപ്പൊ മോദി ആയിട്ട് വിളിച്ച് ഫോണിൽ വർത്തമാനം പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഓറിജിനിലുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തു. പക്ഷെ പാകിസ്ഥാനി ഓറിജിനിൽ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തു ഞാൻ അതിനെ കണ്ടിട്ടില്ല. അതും യു കെയിൽ കാണുന്നുണ്ട്. പക്ഷെ യു എസ് ഇതുവരെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ധനുഷ് അപ്പൊ നല്ലൊരു മാറ്റാണ് ഭാരതത്തിന്. എന്താ നമുക്കറിയാതെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുകയാണെങ്കിലും മോദിയും ട്രംപും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിലുള്ളത്. ഇനി ഇവിടുന്ന് മുമ്പിലേക്ക് എങ്ങനെ പോകുന്നത് നമുക്ക് കാണേണ്ടത്. പാകിസ്ഥാന്റെ മേലെ എങ്ങനെയാണ് ഈ ടെററിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ എപ്പോഴും ജമ്മു കാശ്മീരിൽ അവർ ടെററിസ്റ്റിനെ അയച്ച് കുഴപ്പമുണ്ടാക്കാൻ അതിനുള്ള ഇതുണ്ടാവും. ചൈനയായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു ട്രേഡ് വാർ ആയിരിക്കും ചൈനയായിട്ട്. പിന്നെ ചൈനയുടെ ഇൻഫ്ലുവൻസ് സൗത്ത് ഈസ്റ്റ്. അപ്പൊ ഇതിനൊക്കെ വേണ്ട ആൾക്കാരൊക്കെയാണ് ട്രംപ് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് വരുന്നത്. നമുക്ക് നല്ലൊരു സൂചനയാണത്. ഭാരതത്തിൽ നിന്നുള്ള ഇന്ത്യൻ ഇമിഗ്രൻസ് അവിടെ വിവേക് രാമസ്വാമി ആവട്ടെ, തുൾസി ഗബാർഡ് ആവട്ടെ, വേറെ കുറെ പേര് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇനി ജൂനിയർ ലെവൽ പൊസിഷൻസ് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ സീനിയർ ലെവലാണ്. ഈ മിഡ് ലെവൽ വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ജൂനിയർ ലെവൽ വരും. അപ്പൊ നമുക്ക് കണ്ടറിയാം ഡെഫിനറ്റ് ആയിട്ട് ഈ ഭാരത് ദേശത്ത് നിന്നുള്ള നമ്മുടെ അവിടെ നിന്നുള്ള ഇമിഗ്രൻസ് അവിടെ പോയി സെറ്റിൽ ആയ ആൾക്കാർക്ക് അവർക്ക് നല്ല പൊസിഷൻസ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് കിട്ടാൻ പോകുന്നുണ്ട്. ധനുഷ്, ട്രംപ് വരുമ്പോ പശ്ചിമേഷ്യയുടെ ഗതി എന്താവും സാർ? പശ്ചിമേഷ്യ ശാന്തമാകുമോ? ഇസ്രായേൽ അടങ്ങുമോ? ഇറാൻ ഓൾറെഡി ഒന്നും മിണ്ടുന്നില്ല എന്ന് സാറ് പറഞ്ഞു. ഇസ്രായേൽ അടങ്ങാനുള്ള സാധ്യത, കാരണം ട്രംപ് നേരത്തെ ഇരുന്നപ്പോൾ നമ്മൾ കണ്ടതാണ് പശ്ചിമേഷ്യയിൽ ചരിത്രപരമായിട്ടുള്ള നീക്കങ്ങളും മധ്യസ്ഥതകൾക്കുമാണ് ട്രംപ് എന്താണ് ചരിത്രപരമായിട്ടുള്ള നീക്കമാണ് അവിടെ ട്രംപ് നടത്തിയത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ട്രംപ് ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ട്രംപ് വെകറ്റു, അമേരിക്കയാണ് ലോക പോലീസ് എന്നറിയില്ല. പക്ഷെ ട്രംപ് ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജോ ബൈഡൻ ഒരു മൻമോഹൻ സിംഗിനെ പോലെ അവിടെ ഇരുന്നു ജോ ബൈഡന്റെ പിറകിൽ ഡീപ് സ്റ്റേറ്റ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് സാർ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ജോ ബൈഡൻ തോറ്റുപോയ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രസംഗിക്കുന്നത്. വളരെ ആഹ്ലാദമായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇയാൾ തോറ്റുപോയില്ലേ, ഇയാൾക്ക് എന്താ ഇത്ര ആഹ്ലാദം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രംപ് വരുമ്പോൾ എന്തായിരിക്കും പശ്ചിമേഷ്യയിലെ ഗതി? വെസ്റ്റ് ഏഷ്യയിൽ നടക്കാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്രായേലിനെ ട്രംപ് ഒന്നും ഇപ്പൊ പറയാൻ പോകുന്നില്ല. നിങ്ങൾ അടിക്കേണ്ടത് അടിക്കണം. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ക്യാമ്പയിന്റെ സമയത്ത് ധനുഷിന് ഓർമ്മയുണ്ടാവും, ട്രംപ് ക്ലിയർ ആയിട്ട് നെറ്റന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയി അടിക്കുക അവരുടെ ന്യൂക്ലിയർ അസറ്റ്സ് അല്ല, അവരുടെ ഓയിൽ അസറ്റ്സ് അടിക്കുക, ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷെ അന്ന് അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്നില്ല, ഇലക്ഷൻ ജയിച്ചിട്ടുമില്ല. ആ സമയത്താണ് ഇത് പറഞ്ഞത്. അപ്പൊ അതേ ഒരു കാഴ്ചപ്പാടായിരിക്കും ഇനി വരാൻ പോകുന്നത് ഡെഫിനറ്റ് ആയിട്ട്. ട്രംപ് ഇസ്രായേലിന് ഫ്രീ ഹാൻഡ് കൊടുക്കാൻ കാരണം ഇറാനെ ട്രംപിന് ഈ പറഞ്ഞ മാതിരി ഒട്ടും ഇഷ്ടമല്ലാത്ത പാർട്ടിയാണ്. ജോ ബൈഡൻ ഇറാന്റെ പോലെ വല്ലാണ്ടൊരു സോഫ്റ്റ് ആറ്റിറ്റ്യൂഡ് എടുത്തു എന്നാണ് ട്രംപ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് യു എസ് ഇറാനിൽ ഇൻവോൾവ് ആവാണ്ട് ഇസ്രായേലിനെ ഉപയോഗിച്ചിട്ട് ഇറാനെ തകർക്കാനാണ് ട്രംപ് നോക്കുക. അതേമാതിരി സൗദി അറേബ്യയും ഇസ്രായേലിന്റെയും കൂടെ ഉള്ള നമുക്കറിയാം അബ്രഹാം അക്കോർഡ്, അതൊരു വരാൻ പോകുന്നുണ്ട് അടുത്ത്. അതൊരു 3-4 മാസത്തിനുള്ളിൽ ആ അക്കോർഡ് സൈൻ. അതിന്റെ കൂടെ ഗൾഫിലെ ബാക്കി സ്റ്റേറ്റുകളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടു ഖത്താറിനടുത്ത് ഹമാസ് നേതാക്കന്മാരെ പിടിച്ച് പുറത്തേക്കാക്കാൻ പറഞ്ഞു. പക്ഷെ ഹമാസ് പറഞ്ഞ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓർഡർ ഒന്നും വന്നിട്ടില്ല. ഖത്താർ പക്ഷെ അതിനെ പറ്റിയൊന്നും മിണ്ടിയിട്ടില്ല. നമുക്കറിയാം ഖത്താറിലാണ് യു എസിന്റെ വലിയൊരു എയർഫോഴ്സ് ബേസ് ഉണ്ടാവും. പക്ഷെ ഈ ഹമാസിന്റെ നേതാക്കൾക്ക് പേടി എന്താന്ന് പറഞ്ഞാൽ അവരവിടുന്ന് ഖത്താറിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ കപ്പലോ ആദ്യത്തെ പ്ലെയിനിൽ കയറിയ അവിടെ തന്നെ ഇസ്രായേൽ അടിക്കുമായിരുന്നു, സംശയമില്ല. അപ്പൊ ഇപ്പൊ നമ്മളൊരു 2-3 ആഴ്ചയായിട്ട് ധനുഷ് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ലെബനനിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അത്ര ന്യൂസ് കേൾക്കാറില്ല. മേ ബി അത് യു എസ് ഇലക്ഷന്റെ ഒരു റിസൾട്ട് വന്ന കാരണമായിരിക്കും അതൊക്കെ. അതേമാതിരി ഗാസയിൽ എന്താ നടക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ, റഫാൽ എന്താ നടക്കുന്നത് എന്തോ നടക്കുന്നുണ്ട്.
ബിക്കോസ് കുറെ പേര് ഈവൻ ഇസ്രയേലി പട്ടാളക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇസ്രയേൽ അവരുടെ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാനെ തകർക്കുക എന്നാണ് അമേരിക്കയുടെ നമ്പർ 1 എയിം ഇപ്പോൾ. ബിക്കോസ് നോർത്ത് കൊറിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വലിയൊരു ത്രെറ്റ് US കാണുന്നത്, അവരൊരു ജിയോ പൊളിറ്റിക്കൽ ഇത് കാണുന്നത് ഇറാനാണ്. ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ ഹെസ്ബുള്ള ഉണ്ടാവില്ല, ഹമാസ് ഉണ്ടാവില്ല, ഹൂത്തികൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി അത്ര ഈസി ആയി. ഇതിനു മുമ്പ് CIA ആണ് ഒരു മേജർ കൂ നടത്തിയത്. അതിന് MI6 ഉണ്ടായിരുന്നു UK. അവർ കൂടിയിട്ടാണ് അന്നത്തെ ഡെമോക്രാറ്റിക് എലക്റ്റഡ് ഗവൺമെന്റിനെ ഇറക്കിയിട്ട് ഷാ ഓഫ് ഇറാനെ കയറ്റിയത്. അത് US ഒരു കളിയായിരുന്നു. അതേമാതിരി ഒരു കളി നടക്കാൻ പറ്റുമോ ഇപ്പോൾ ഇപ്രാവശ്യം എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയുന്നത്. ഷാന്റെ മോൻ ട്രംപ് വരുമ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം ഏത് രീതിയിലാകും? ഇത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇലോൺ മസ്ക് ഇപ്പോൾ ട്രംപിന്റെ സഭയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇലോൺ മസ്ക് നമുക്കറിയാം യുക്രൈന് ഈ യുദ്ധത്തിന്റെ സമയത്ത് ധാരാളം സഹായങ്ങൾ സാറ്റലൈറ്റ്സ് വഴി ചെയ്തു കൊടുത്തൊരു മനുഷ്യനാണ്. അപ്പൊ അതിന്റെ പ്രത്യുപകാരമായിട്ടായിരിക്കുമോ എലോൺ മസ്കിനെ അങ്ങോട്ടേക്ക് കയറ്റിയത്? അല്ലെങ്കിൽ അമേരിക്കയുടെ ഡെവലപ്മെന്റിന് എലോൺ മസ്കിന് വളരെ വലിയ സംഭാവനകൾ കൊടുക്കാൻ കഴിയുമെന്ന് ട്രംപിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്? ഇപ്പോഴത്തെ ഇതിൽ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് ഡയറക്റ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല, DOG എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനാണ്. അതാണ് വിവേക് രാമസ്വാമിക്കും എലോൺ മസ്കിനും കൊടുത്തിരിക്കുന്ന ജോലി. ബിക്കോസ് എലോൺ മസ്കിന് ഒരു ബിസിനസ് ഉണ്ട്, വിവേക് രാമസ്വാമിക്കും ഒരു ബിസിനസ് ഉണ്ട്. നമുക്കറിയാം എലോൺ മസ്കിന്റെ ബിസിനസ്സിൽ ട്വിറ്ററാണ് ഏറ്റവും വലിയ ബിസിനസ്, സ്പേസ് എക്സ് ഒക്കെ ഉണ്ട്, പിന്നെ അതല്ലാണ്ട് പിന്നെ ടെസ്ല കാറുകൾ ഉണ്ടാകും. പക്ഷെ ആ ഡയറക്റ്റായിട്ട് ഗവൺമെന്റായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. അതായത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും നമ്മൾ സർക്കാരിൻ്റെ, ഇപ്പൊ എല്ലാവരും രാഹുൽ ഗാന്ധി പറഞ്ഞെടുക്കില്ല അദാനിയാണ് നടത്തുന്നത്. അതേ ഒരു അലിഗേഷൻ വരും പിന്നെ എലോൺ മസ്കിന്റെ നേരെ. അത് വരാണ്ടിരിക്കാനാണ് ഒരു നോൺ ഗവൺമെന്റൽ ഏജൻസി നടത്താൻ വേണ്ടിയിട്ട് എലോൺ മസ്കിനെയും വിവേക് രാമസ്വാമി നമുക്കറിയാം ബയോടെക് കമ്പനി നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഇതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവാൻ പറ്റില്ല. അതിൽ വേറെ കുറെ ബിസിനസ്സും ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഒരു ഡിഫറെന്റ് ഇത് റീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയണമെങ്കിൽ ഇവർ രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഗവൺമെന്റ് എഫിഷ്യൻസി കൂട്ടാനാണ്. എവിടെയാണ് എനിക്ക് ഈ നമ്മുടെ ഈ ഡിസ്കഷന് കുറച്ച് ഡൈഗ്രസ് ചെയ്ത് പോകേണ്ടത്, എന്തിനിത് ഭാരതത്തിൽ നടത്തിക്കൂടാ? നമ്മുടെ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് പകുതിയാക്കി എന്തിന് കുറച്ചുകൂടെ, പകുതിയല്ല 3-1 1-3 2-3 കുറയ്ക്കാം. ഒരു 30% അല്ലെങ്കിൽ 40% തുടക്കത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറച്ചൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് ട്രംപ് പറയാൻ കാരണം ട്രംപ് ട്വിറ്ററിൽ ഇതേമാതിരി പരിപാടി ചെയ്തിരുന്നു. കുറെ പേര് പറഞ്ഞു വിട്ടു, 75% എംപ്ലോയീസിനെ പറഞ്ഞു വിട്ടു. പക്ഷെ എന്തായാലും ട്വിറ്റർ ഓടുന്നുണ്ട്, ഇപ്പോഴും എക്സ് ആണ് ഇപ്പൊ അതിന്റെ പേര്, ഇപ്പോഴും അവർ നന്നായിട്ട് നടക്കുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആൾക്കാരെ എഫിഷ്യൻസി വെച്ച് നോക്കണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്ന് കാലത്ത് ചായ കുടിക്കാൻ പോവാണ്, എത്ര മണിക്കാണ് ജോലിക്ക് വരുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്, അവിടെ വന്ന് ഇരുന്നിട്ട് കാര്യമില്ല. അവർ ഒരു ഫയൽ എടുത്ത് നോട്ട് ചെയ്ത് അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞല്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ആവശ്യമുണ്ടോ ഇല്ലെന്നാണ് ഇപ്പോൾ ട്രംപ് നോക്കാൻ പോകുന്നത്. ബിക്കോസ് അമേരിക്കയിൽ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് നടത്താൻ തന്നെ ഓൾമോസ്റ്റ് $7 ട്രില്യൺ ആണ് ചെലവാക്കുന്നത് ശമ്പളത്തിൽ, ബെനിഫിറ്റ്സ്. അത് നിർത്തേണ്ട സമയമായി കഴിഞ്ഞു, കുറയ്ക്കേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ ഒന്നിലും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ, പിന്നെ അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് വിവേക് രാമസ്വാമി പറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് അടുത്തൊരു ഈ പറഞ്ഞ ട്രംപ് ടേക്ക് ഓവർ ചെയ്തിട്ട് ഇതൊക്കെ നടക്കുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഒരു ആക്ഷൻ പ്ലാൻ ഇവർ ഉണ്ടാക്കി റെഡിയാക്കി വെക്കും, അതിനവർ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. സോ US ചെയ്യാൻ സുഖമാണ് ധനുഷ്. അവിടെ ഹയർ ആൻഡ് ഫയർ പോളിസി ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അവിടെ ആദ്യം കമ്മ്യൂണിസ്റ്റ് യൂണിയന്, പിന്നെ ബാക്കിയുള്ളവർ കോടതി, ഇതൊക്കെ കയറിയാണ്. പക്ഷെ US നടക്കാൻ പോകുന്നത് ട്രംപ് വന്നപ്പോൾ തൊട്ടൊരു കംപ്ലീറ്റ് മാറ്റമാണ്. നമ്മളത് എല്ലാത്തിലും കാണുന്നുണ്ട്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നുണ്ട്, US നമ്മൾ അവരുടെ റിലേഷൻസ് കാണുന്നുണ്ട്. അവർ ഓരോ കൺട്രിയായിട്ട് അവർ ഈ പറഞ്ഞ മാതിരി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്തു, ചീഫ് ഓഫ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും അവരവരുടെ പൊസിഷനിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, അവരവരുടെ ജോലി തുടങ്ങിയിട്ടുണ്ട്. ഈവൻ ദോ US ഇപ്പോഴും പ്രസിഡന്റ് ട്രംപ് രാഷ്ട്രപതി ആയിട്ടില്ല. ആവുമ്പോഴേക്കും എല്ലാവരും സെറ്റ് ആയിരിക്കും, എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ട്രാൻസിഷൻ ടീം ബൈഡൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പീസ്ഫുൾ ആയിട്ട് നമുക്ക് ട്രാൻസിഷൻ നടത്താം. കഴിഞ്ഞ രാഷ്ട്രമാരെ അടിപിടി ഒന്നും വേണ്ട നമുക്ക്, അതാണ്. എന്തായാലും ട്രംപ് വന്നിട്ട് ജനുവരി 20 ട്രംപ് അധികാരത്തിലേൽക്കും. അതുവരെ ജോ ബൈഡൻ കാവൽ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ട്രംപ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം ഈ പശ്ചിമേഷ്യയുടെ ഗതിയും യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഗതിയൊക്കെ എന്താകുമെന്ന്. കാരണം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തും എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള കരുത് രൂപരേഖകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ജനുവരി 20 ശേഷം ലോകം ഏത് രീതിയിൽ മാറുമെന്ന് നമുക്ക് കണ്ടറിയാം. താങ്ക് യു സർ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.